ഇത് നമ്മുടെ സ്കൂളിലെ വടകര ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ 4ാമത് ബാച്ച് SPC കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ മരിയ സെബാസ്റ്റ്യൻ, PTA ഭാരവാഹികൾ, ഇവിടുത്തെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സായ അധ്യാപകർ, മിനി എബ്രഹാം, ശ്രീ ജോസ് ജോർജ്, കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രിൽ ഇൻസ്പെക്ടർ, ഗ്രാമീണ സൗന്ദര്യം തുടികൊട്ടുന്ന കൂത്താട്ടുകുളം എറണാകുളം റൂറൽ ജില്ലയിൽ അന്നത്തെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയായ ശ്രീ P. വിജയൻ IPS അവർ രൂപകൽപ്പന ചെയ്ത് 2010 കേരള ഗവൺമെന്റ് അംഗീകരിച്ച് ഇന്നിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളും ഏറ്റുവാങ്ങിയ SPC ത്യാഗം ചെയ്യാനുള്ള ചെറിയ അവസരങ്ങൾ പോലും പാഴാക്കരുത്. ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്താൻ കുടുംബക്കാർ എന്ന് വിശ്വസിക്കുന്ന SPCയുടെ കുട്ടികൾ ത്യാഗം എന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന് പഠിച്ച കുട്ടികൾ വിശുദ്ധ മാർപ്പാപ്പ 1971 ബെനേമരേന്തി ബഹുമതി നൽകി ആദരിച്ച മഹാകവിയത്രി സിസ്റ്റർ മേരി ബെനീച്ചയുടെയും ഗീതാവലി മുതൽ അമൃതധാര വരെയുള്ള കവിതകൾ എഴുതി 93 വയസ്സ് വരെ ജീവിച്ച പ്രശസ്ത കവിയത്രി മേരി ജോൺ തോട്ടത്തിൻ്റെയും ഈ വടകര മണ്ണിൽ അഭിമാനത്തോടുകൂടി SPCയുടെ കുട്ടികൾ ഈ സ്കൂൾ മൈതാനത്ത് നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത സല്യൂട്ട് സ്വീകരിക്കുവാൻ ഡയസിലേക്ക് എത്തുന്നു. ബഹുമാനപ്പെട്ട കൂത്താട്ടുകുളം നഗരസഭയുടെ വാർഡ് കൗൺസിലർ ശ്രീമതി പിൻസി ബിജോ. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ശ്രീ സഞ്ജു ജോസഫ് ഇപ്പോൾ ഡയസിലെത്തി കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. മതധരതരളിത തനുലതയിൽ മാന്തളിർ പൊന്നോമൽ മാല ചാർത്തി വനതലമതിലണിഞ്ഞ് ദിവസിക്കും വാസന്തദേവത എന്ന പോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് കവി എഴുതിയ നാട്ടിൽ ഇവിടെ ഈ മൈതാനത്ത് ഉടലിലും മനസ്സിലും നന്മയുടെ കാക്കിയണിഞ്ഞ് വി ലേൺ ടു സെർവ് എന്ന ആത്മവിശ്വാസവുമായി SPCയുടെ കുട്ടികൾ നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത സല്യൂട്ട് സ്വീകരിക്കുവാൻ ബഹുമാനനായ നമ്മുടെ വിശിഷ്ടാതിഥി പിറവത്തിന്റെ MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സാർ ഡയസിലേക്ക്. നിറഞ്ഞ മനസ്സോടെ അഭിമാനത്തോടെ ആദരവോടെ കുട്ടികൾ നൽകിയ സല്യൂട്ട് സ്വീകരിച്ച വിശിഷ്ടാതിഥി ഇപ്പോൾ പരേഡ് കമാൻഡർ P. മഹാദേവ്, അതുപോലെ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ശാന്തകുമാർ PV എന്നിവരോടൊപ്പം പരേഡ് പരിശോധനയ്ക്കായി പുറപ്പെടുകയായി.
അടുത്തതായി ദേശീയ ഗാനാലാപനവും തുടർന്ന് സത്യപ്രതിജ്ഞകൾ ഉയരുകയായി. ദേശീയ ഗാനാലാപന സമയത്ത് യൂണിഫോമിലുള്ളതായ ഓഫീസേഴ്സ് എല്ലാവരും സല്യൂട്ട് ചെയ്യണം. മറ്റുള്ളവരെല്ലാവരും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കണം. തുടർന്ന് സത്യപ്രതിജ്ഞ വാചകങ്ങൾ സബ് ഇൻസ്പെക്ടർ ശ്രീ ശാന്തകുമാർ PV, കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ചൊല്ലിക്കൊടുക്കും. കുട്ടികൾ അത് ഏറ്റുചൊല്ലും. പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപന വ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. യുടെയും എഡിൻ എൽദോസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ പരേഡ് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ക്യുക്ക് മാർച്ചിലൂടെ കടന്നു വരികയായി. ദേവനന്ദ നയിക്കുന്ന ഒന്നാമത്തെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. എഡിൻ എൽദോസ് നയിക്കുന്ന രണ്ടാമത്തെ പ്ലറ്റൂൺ. എല്ലാവരുടെയും നല്ല കയ്യടി കുട്ടികൾക്ക് കൊടുക്കുക. കൃത്യതയോടെ, ചടുലതയോടെ, പിഴയ്ക്കാത്ത ചുവടുകളോടെ പരേഡ് ഇപ്പോൾ റിവ്യൂ ഓർഡർ മാർച്ച് ചെയ്ത് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുകയായി. റിവ്യൂ ഓർഡർ മാർച്ച്. Parade
സമ്മാനദാന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. സ്നേഹിതരെ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും SPCയുടെ മറ്റൊരു പാസിംഗ് ഔട്ട് പരേഡിന് നമ്മുടെ ഈ വിദ്യാലയം സാക്ഷിയാവുകയാണ്. ഏറ്റവും മികച്ച നിലയിൽ ഈ SPCയുടെ പ്രവർത്തനം മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ചിട്ട കൊണ്ടുവരുവാൻ, സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ പഠനത്തെ സഹായിക്കുവാൻ ഒക്കെ രീതിയിൽ അത് കടന്നു വരികയാണ്. SPCയുടെ പ്രതിപാദിച്ച പോലെ 2010 അതിൻ്റെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി കേരളത്തിൽ ആരംഭം കുറിക്കുന്നത്. അതിനുശേഷം വിവിധ സന്ദർഭങ്ങളിലായിട്ട് പരേഡ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് ഇവിടെ വന്ന് എത്തിച്ചേർന്ന കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിച്ച ബഹുമാനപ്പെട്ട പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സാർ, മുനിസിപ്പൽ ചെയർമാൻ കൊത്താട്ടുകുളം നഗരസഭ, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ റജി ജോർജ് സാർ, IPSHO ശ്രീ സഞ്ജു ജോസഫ് സാർ, വാർഡ് കൗൺസിലർ ശ്രീമതി ബിൻസി ബിജോ, മറ്റ് അതിഥികൾ, മാധ്യമപ്രവർത്തകർ, കുട്ടികളുടെ മാതാപിതാക്കൾ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പെട്ടെന്ന് ഒരു ഫോട്ടോ സെഷന് വേണ്ടി കുട്ടികൾ ഹാജരാവുക. നന്ദി, നമസ്കാരം.